കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വർഗീസ് മാത്യു അവർകൾ നമ്മോട് വചനം ശുശ്രൂഷിക്കുവാൻ പോകുകയാണ്. നല്ല ഔദ്യോഗികമായ സ്ഥാനത്ത് ഉയർന്ന ഉദ്യോഗങ്ങളിൽ എഞ്ചിനീയറായി സീനിയർ ലെവലിൽ ജോലി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. കർത്താവിൻ്റെ പ്രത്യേകമായ വിളിയും നിയോഗവുമാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് സെറ്റപ്പാർട്ട് ചെയ്യുവാൻ, ദൈവവേലയ്ക്കായി വേർതിരിയുവാൻ ഇടയായത്. തുടർന്ന് മധ്യപ്രദേശിൽ വളരെ ശക്തമായ ആത്മിക നേതൃത്വമാണ് അദ്ദേഹം വഹിക്കുന്നത്. എനിക്ക് നേരിട്ട് ഒരു പരിധിവരെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. മധ്യപ്രദേശിൽ ഏതാണ്ട് 55-ലധികം ഡിസ്ട്രിക്റ്റുകൾ ഉള്ള സ്ഥലമാണ്. ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡാണ്. അതുപോലെ വളരെ വിശാലമായ ഒരു സ്റ്റേറ്റാണ്. അത് ഡിവൈഡ് ചെയ്താണ് പിന്നീട് ഛത്തീസ്ഗഡ് രൂപം കൊള്ളുന്നത്. എന്നാലും ഇതൊരു വലിയ സ്റ്റേറ്റായി കിടക്കുന്നു. ഇതിലെ 55-ൽ ഏതാണ്ട് 5 ഡിസ്ട്രിക്റ്റ് ബാക്കിയുണ്ടല്ലേ മാസ്റ്റർ? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 5 ഡിസ്ട്രിക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടവും നൂറുകണക്കിന് വേലകൾ പ്ലാൻ ചെയ്യുവാൻ കർത്താവിടയാക്കി. അടുത്ത സ്ഥലങ്ങളിലും അത് പ്ലാൻ ചെയ്യുവാനുള്ള ആ കമ്മിറ്റ്മെൻറ്റോടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനമില്ലാത്ത ഡിസ്ട്രിക്റ്റുകളിൽ വേലകൾ ഉണ്ടാക്കി, ആളുകളെ ട്രെയിൻ ചെയ്ത് അവിടെ ആക്കി, അവിടെ വേല ഉറപ്പിച്ചൊരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടാക്കി, അതിനു വേണ്ടുന്ന പ്രോത്സാഹനവും കൈത്താങ്ങലും ആത്മീയമായും ഭൗതികമായിട്ടും കൊടുത്ത്, അതിലുപരി ഇൻ പേഴ്സൺ ഗ്രൗണ്ടിൽ തന്നെ നിന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എനിക്കിങ്ങനെ പറയാൻ, ഈ രീതിയിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ആ ഫീൽഡിൽ നിന്നുകൊണ്ടുള്ളതായ പ്രവർത്തനം കൊണ്ടാണ്. അതിൻ്റെ ഡിഫിക്കൽറ്റീസ്, അതിൻ്റെ ടഫ്നെസ് ഏതൊക്കെ വിധത്തിലാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതിനെല്ലാം ഫലം സ്വർഗത്തിലെ ദൈവമാണ് നൽകുന്നത്. കർത്താവിൻ്റെ അഭിഷക്തനെ വളരെ ദീർഘായുസ്സോടും ആരോഗ്യത്തോടും ആ ദേശത്തെ ശക്തമായ വേല ചുക്കാൻ പിടിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ദൈവവചനം കേൾക്കാൻ പോകുകയാണ്. വളരെ ഓഥൻറ്റിക്കായിട്ടുള്ള ദൈവവചനം നമുക്ക് ലഭിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചൊന്ന് വെൽക്കം ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ അവർക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ വർഗീസ് മാത്യു. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ദീർഘവർഷങ്ങളായിട്ട് ഇപ്പോൾ മധ്യപ്രദേശിൽ ഭോപ്പാൽ എന്ന പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് IPCയോടുള്ള ബന്ധത്തിൽ അവിടെ കർത്തൃവേലയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ പരിചയങ്ങളുണ്ട്. താൻ മേഘാലയയുടെ പ്രസിഡൻ്റായിരിക്കുന്നുവല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ജനറൽ കൗൺസിൽ, IPC ജനറൽ കൗൺസിലിൻ്റെ മെമ്പേഴ്സാണ്. അങ്ങനെ പല നിലകളിൽ അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പവും പരിചയവുമുണ്ട്. ദൈവദാസൻ്റെ ഇവിടെയുള്ള ആ വേലയും ശുശ്രൂഷകളും കണ്ട് വളരെ സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കി. ഇന്നേക്കൊരു 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ കടന്നു വന്നിരുന്നു. ഇവിടെയല്ല, UK വന്നു. ആ സമയത്ത് ലണ്ടനിലൊരു മീറ്റിങ്ങിൽ ഞങ്ങൾ തമ്മിൽ കാണുവാനിടയായി. അന്ന് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചെങ്കിലും എനിക്ക് സമയക്കുറവ് കൊണ്ടും
വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നതുകൊണ്ടും വരാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതിൻ്റെ പ്രധാന കാരണം ഞാൻ വളരെ സ്നേഹിക്കുന്ന ജോണി, അനില കുടുംബം, അവർ ഈ സഭയോടുള്ള ബന്ധത്തിലും ദൈവദാസനോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു എന്നറിയുകയും ഞാൻ ഇവിടെ വരുന്ന കാര്യം അവരെ വിളിച്ചറിയിക്കുകയും അങ്ങനെ അവർ വളരെ നിർബന്ധിച്ചു. അപ്പോൾ എല്ലാം ഒരു മുഖാന്തരം കർത്താവിൻ്റെ ദാസൻ്റെ കാണുവാൻ, ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ, പ്രിയപ്പെട്ടവരുമായിട്ട് വീണ്ടും ചില വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ പങ്കെടുപ്പാൻ ദൈവം ഇടയാക്കി. അവരാത്മീയമായി വളരെ ശുഷ്കാന്തിയോടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപ് ചെങ്കടലിൽ യാൻബുവിലുള്ള റെഡ് സീയിലാണ് ഇവരെ ഞാൻ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുന്നത്. ഇവർ ഭാര്യയും ഭർത്താവിനെയും. വളരെ ചെങ്കടൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ അകത്തേക്ക് കയറി പോകണം. അതിൻ്റെ വെളുപ്പിനെ 5 മണി എങ്ങാണ്ടുമായി കാണും, 4 മണി 5 മണി. കാരണം ആളുകളൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് വേണം ഈ സ്നാനം നടക്കുവാൻ. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറേ അകത്തോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചില പിറ്റുണ്ട്, കുഴിയുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്ന. നമ്മൾ കുറേ, എന്നാൽ പെട്ടെന്ന് തന്നെ വലിയ ഗഹരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് വെക്കുന്നത്. താഴോട്ട് പോകുമ്പോൾ അത്ര റിസ്ക് എടുത്ത് ഈ പ്രിയപ്പെട്ടവരെ അവിടെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുവാനൊക്കെ ദൈവം ഇടയാക്കി. സ്നാനപ്പെട്ട പലരെയും പിന്നീട് കണ്ടിട്ടില്ല. ഒരുപാട് പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് പേരെ ചിലരെയൊക്കെ കാണാൻ ഇടയാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ UK വന്ന് എനിക്ക് ഒരുപാട് പേരെ ഞാൻ സ്നാനപ്പെടുത്തി ഒരുപാട് പേരെ കാണുവാൻ എനിക്കിടയായി. കുടുംബമായിട്ട് അവരൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിയുന്നത് കാണുവാണ്. കഴിഞ്ഞ ദിവസം കെറ്ററിങ്ങിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബത്തെ കണ്ടു. അവരും ആ സഭയ്ക്കൊരു അനുഗ്രഹമായിട്ട് അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ അവരെയൊക്കെ കാണുവാനിടയായി. ഇവിടെ പ്രിയപ്പെട്ടവരെ കണ്ടു. ദൈവദാസനൊരു കൈത്താങ്ങലായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കുടുംബം ഇവിടെ പ്രയോജനപ്പെടുന്നത് കണ്ട് സന്തോഷിപ്പാനിടയായി. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ ഈ സഭയിൽ ഇന്നത്തെ ആരാധനയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് അനുഭവിപ്പാനിടയായി. ആ ദൈവ തേജസ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു. എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ 66 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേങ്കിൽ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ ദൈവത്തെ ആരാധിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ ആരാധന കാണാൻ പോയവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കാണാനല്ല, നമ്മൾ ആരാധിപ്പാൻ കന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയം ദൈവത്തെ ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ഒരു വേദവാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് ഞാനൊരു വാക്യം എടുത്ത് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത് അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവയിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. വളരെ ഫെമിലിയറായിട്ടുള്ളൊരു വേദവാക്യം. നിങ്ങളൊരുപാട് പ്രാവശ്യം ഇതിൽ നിന്ന് ഞാൻ ഈ ലേഖനത്തെക്കുറിച്ചോ ഇത് എഴുതിയ ആളിനെക്കുറിച്ചോ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചരിത്രവും കാര്യങ്ങളുമൊക്കെ വിശദീകരിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ കുറവ് കൊണ്ട് അതിലൊന്നും കടക്കുന്നില്ല. ഇവിടെ പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ ഒരു കാര്യം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്
ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഈ കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മളെ വളരെ ശാന്തമായി കുറച്ച് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അപ്പനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മെ അറിഞ്ഞത് നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ്, അല്ലേ? എന്നാൽ നമ്മുടെ ദൈവം നമ്മെ അറിഞ്ഞത് എപ്പോഴാണ്? ഈ ലോകം പോലും എക്സിസ്റ്റ് ആകുന്നതിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ അവൻ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമ്മൾ ആരും അവിചാരിതമായിട്ട് ഇവിടെ കടന്നു വന്നതല്ല ദൈവമക്കളെ. നമ്മെ ദൈവം മുന്നമേ കണ്ട് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്തിനാ നമ്മെ തിരഞ്ഞെടുത്തത്? വൈ ഹി വാസ് ചോസൺ അസ്. ഈ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? കഴിഞ്ഞകാല നിത്യതയിൽ നമ്മെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇനി വരാനുള്ള ഭാവികാല നിത്യതയിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ എങ്ങനെ നിർത്തണം? വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിന് നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ഈ ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന ഒരു പദവിയാണ് വിശുദ്ധർ എന്നുള്ള പദവി. മനസ്സിലാവുന്നുണ്ടോ? വി ആർ നോട്ട് ഹോളി, ബട്ട് വി ഹാവ് ബീൻ ഗിവൺ ആസ് എ പൊസിഷൻ ആസ് ഹോളി പീപ്പിൾ. വിശുദ്ധ മക്കൾ, വിശുദ്ധ ജനമെന്നുള്ള പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളെ എങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, രാജകീയ പുരോഹിത വർഗം. വിശുദ്ധ വംശം, നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല, വിശുദ്ധ വംശമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു പൊസിഷനിൽ നമ്മെ ദൈവം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഇവിടെ പല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടറായി, ഒരു മേജർ, അല്ലെങ്കിൽ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഓഫീസർ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ അതുപോലുള്ള പൊസിഷൻ. ആ പൊസിഷനിലുള്ളവർ ആ പൊസിഷൻ്റെ ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? വി ഷുഡ് കീപ്പ് ദാറ്റ്. ആ ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. വി ഹാവ് ടു. നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടി, എങ്ങനെന്തായിരിക്കാനാണ്? ഗോഡ് ഹാസ് ഗിവൺ അസ് എ പൊസിഷൻ ഓഫ് ഹോളി നേഷൻസ്, ഹോളി പീപ്പിൾ, വിശുദ്ധ ജനം. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ പൊസിഷൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു കീപ്പ് ഇറ്റ് അപ്പ്. നമ്മുടെ സമൂഹത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, എവരിവെയർ ഞാൻ ആരാണ്, എൻ്റെ പോസ്റ്റ് എന്താണ്, എൻ്റെ പൊസിഷൻ എന്താണ്? ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്. എന്നെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവസന്നിധിയിൽ നിർത്തേണ്ടതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ഓരോ നടപ്പും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എഫെസ്യ ലേഖനത്തിൽ വിശ്വാസികളുടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നടപ്പിനെക്കുറിച്ച് 7 നടപ്പുകളെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഇപ്പോഴെടുക്കുന്നില്ല. 7 നടപ്പുകളെക്കുറിച്ചുണ്ട്. എങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നടക്കണമെന്നുള്ളത് ദൈനംദിന നമ്മുടെ ജീവിതത്തെയാണ് നമ്മുടെ നടപ്പിനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണമെന്ന് ഇതിനകത്ത് പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ, the children also listen to me, when you are in the school you have to be aware of what പൊസിഷൻ ഗോഡ് ഹാസ് ഗിവൺ ടു യു. ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? നിങ്ങൾ ആരാണ്? മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ, മറ്റു ജാതികളെപ്പോലെ, മറ്റുള്ളവരെ പോലെ നടക്കുവാനോ സംസാരിപ്പാനോ നിങ്ങൾക്ക് പറ്റുകയില്ല. നിങ്ങളൊരു ഹയർ പൊസിഷനിലാണ് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത്. ആ ഹയർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജനമായിട്ട് നിങ്ങളെ കണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ പദവിക്കൊത്തവണ്ണമേ നിങ്ങൾ സംസാരിക്കാവുള്ളൂ. നിങ്ങൾ ഇടപെടുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പൊസിഷൻ അനുസരിച്ച് നിങ്ങൾ അത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുള്ളൂ. എല്ലാ ദൈവമക്കളും അത് പ്രത്യേകം ഓർത്തുകൊള്ളണം. യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. യു ഹാവ് ബീൻ കോൾഡ് ടു ബി ഹോളി ബിഫോർ ദ ഗോഡ് ആസ് വെൽ ആസ് ഓൾ ദ പീപ്പിൾ ഇൻ ബിഫോർ അസ്. അത് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ വായിക്കുന്നത്, ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുക്കുകയും നമ്മെ 6-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ വായിക്കും, സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രെഡെസ്റ്റൈൻഡ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. എന്തിനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28, 29, 30. പക്ഷേ അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലാണ്, വേഴ്സ് 29 എന്തിനു വേണ്ടിയാണ് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ സംബടി ഓക്കെ 29, അവൻ മുൻനിയമിക്കുന്നവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? മുൻ നിയമിച്ചിരിക്കുന്നത്. ദത്തെടുത്തു, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തുവാൻ നമ്മെ ക്രിസ്തുവിൽ നമ്മെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ആരുടെ സമാനതയിലാണ് നിൽക്കാൻ പോകുന്നത്? തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഈ യോഹന്നാൻ്റെ ലേഖനം, 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ആകുന്നു നാം. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ എൻ്റെ കൂടെ, അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നമ്മളിവിടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആകണം, അങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെ തന്നെ ആയിരിക്കണം. അതെ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ ലേഖനം, 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം എല്ലാവരും കാണേ, ഒന്ന് ഡിസ്പ്ലേ ചെയ്താട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമീൻ. 1 John chapter 3 verses 1. No need to read that one. Just I want somebody to display. Okay, it is display. അങ്ങനെ തന്നെ നാം ആകുന്നു. എല്ലാവരും ഒന്ന് അത് വായിച്ചാട്ടെ. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആരാണ് നമ്മൾ? നാം ആരാണ്? ദൈവമക്കൾ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ആകുന്നു നാം. അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്നാമത് നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. നമ്മെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിനാണ് ദൈവം നമ്മെ മുൻ നിയമിച്ചത്. ഭാവികാല അഥവാ കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഭാവികാല നിത്യതയിൽ പിതാവിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി വിശുദ്ധരും നിഷ്കളങ്കരുമായി അവൻ്റെ മുൻപിൽ നിർത്തേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. നാം അങ്ങനെ തന്നെ ആകുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. അങ്ങനെ തന്നെ ആകണം. എപ്പോഴും, എല്ലാ ദിവസവും ഞാനൊരു ദൈവ പൈതലാണോ? Am I a children? Am I a child of God? Praise the Lord. ഞാൻ ദൈവ പൈതലാണോ? എൻ്റെ സ്വഭാവം, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, ഇതൊക്കെ ഒരു ദൈവ പൈതലിന് യോജിച്ചതാണോ? അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവ പൈതലെ, നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, യു നെവർ ലാക്ക് എനി ഗുഡ്നെസ്.
നിങ്ങൾ ഒരു നന്മയും നിങ്ങൾക്ക് മുടക്കയില്ല. പ്രൈസ് ദി ലോർഡ്. നാം ആ ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി, വിശുദ്ധിയുടെ പ്രമാണത്തിന് വേണ്ടി നാം നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ കൈവിടുകയില്ല. യാതൊരു നന്മയ്ക്കും നമുക്ക് മുടക്കം വരികയില്ല. അവൻ നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 13 വയസ്സുള്ള ദാനിയേൽ യെരുശലേമിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോയതാ. ഈ വാസ് ജസ്റ്റ് 11 or 13 years old, ഇൻ ബിറ്റ്വീൻ. ആ കൊച്ചു ചെറുക്കന് രാജാവിൻ്റെ ഭോജനം കഴിക്കാൻ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഐ വോണ്ട് ഡിഫൈൽ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ഞാൻ അശുദ്ധനാക്കുകയില്ല. കാരണം ഞാൻ ആരാ? ഞാനൊരു ദൈവ പൈതല, ഞാനൊരു ഇസ്രായേലിനാണ്. എനിക്കൊരു പ്രമാണമുണ്ട്. ഞാൻ എന്നെ തന്നെ ഈ ഈ രാജഭോജനം കഴിച്ച് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ഡു വി ഹാവ് ദാറ്റ് ഗട്ട്സ് ടു? അല്ല, നമുക്ക് അതെ, ഇതൊക്കെ മുന്നിൽ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, ഞാനൊരു ദൈവ പൈതലാ. ഇത് കണ്ടും ഇത് കേട്ടും ഇത് അനുഭവിച്ചും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. കാൺമീൻ, ഞാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ഞാനാകുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ ബോൾഡായിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് എന്ത് വേണം? ബോൾഡായി ചില തീരുമാനങ്ങൾ. അത് ആരുടെ മുൻപിലും, ഇത് ആരുടെ മുൻപിലാണ് പറയുന്നത്? രാജാവിൻ്റെ മുമ്പിലായി പറയുന്നത്. ഞാൻ അനുഭവിക്കത്തില്ല. മറ്റുള്ളവരൊക്കെ കഴിച്ചു കേട്ടോ, വളരെ സന്തോഷമായിട്ട്. ഒരുപാട് പേരെ പിടിച്ചുകൊണ്ട് പോയല്ലോ, ഒരുപാട് പേർക്ക് ഈ ഭക്ഷണം കൊടുത്തല്ലോ. എന്നാൽ ആ ഒരു ചെറുപ്പക്കാരൻ, ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ബാല്യ ഒരു ചെറുക്കൻ പറയുകയാണ്, ഐ വോണ്ട് ഡിഫൈൽ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ ദൈവം അവനെ മാർക്കിട്ടു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, 3 രാജാക്കന്മാരുടെ വാഴ്ചകാലത്തും അവൻ ശുഭമായി നിന്നു. പ്രൈസലോ. വയോധികനായ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ അവനെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദൂതനെ അവിടെ ഇറക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളിൽ നിന്നാൽ ദൈവ പൈതലേ, ദൈവം എനിക്ക് വേണ്ടി ദൂതനെ ഇറക്കും. ദൈവം എനിക്ക് വേണ്ടി വേണമെങ്കിൽ അവൻ സ്വയമായി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നാൽ അവൻ എന്നെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവര് പറഞ്ഞ കാര്യം നമുക്കറിയാം. രക്ഷിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങളുടെ ദൈവമായി ഞങ്ങളെ വിടുവിക്കും. ഇൻ കേസ് വിടുവിച്ചില്ലേലും ഞങ്ങളിത് ചെയ്യുകയില്ല. സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അവനിൽ ആശ്രയിച്ച് സ്വന്തം ജീവനെ പോലും വേണ്ട എന്ന് വെച്ച് ഇപ്രകാരം ഒരു തീരുമാനമെടുത്ത ഈ 3 യൗവനക്കാർക്ക് വേണ്ടി 4-മനായി ദൈവം അവരുടെ മധ്യത്തിൽ തീച്ചൂളയിൽ ഇറങ്ങി വന്നെങ്കിൽ ദൈവ പൈതലേ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ സ്വർഗം വിട്ട് നമ്മുടെ അടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു സംശയവും വേണ്ട, ഇന്നും ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ജോണി ഞങ്ങൾ ആയിരുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് വെച്ച് എന്നെ ഒരിക്കൽ എൻ്റെ കയ്യിൽ വേദപുസ്തകമുണ്ട്, എൻ്റെ കയ്യിലൊരു 10 കാസറ്റുണ്ട് ഡെറിക് പ്രിൻസിൻ്റെ. അതൊരു ഡിബേറ്റാണ്. ആ രാജ്യത്തെ മതവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ളൊരു ഡിബേറ്റാണ്. അതിനെക്കുറിച്ച് വളരെ അപ്പോൾ അതെല്ലാം കൈവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 3-3:30 ആയപ്പോൾ ഞാൻ റോഡ് സൈഡിൽ വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ പിള്ളേർക്കൊക്കെ അറിയാം. ഒരു വണ്ടി വന്ന് മുന്നോട്ട് നിർത്തി എൻ്റെ കോളറിലോടങ്ങോട്ട് പിടിച്ച്
ഒരു ചവിട്ടും തന്ന് എന്നെ വണ്ടിക്കകത്തോട്ട് കയറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വെള്ളിയാഴ്ച മിക്കവാറും എൻ്റെ തല വെട്ടും. കാരണം കയ്യിലിരിക്കുന്ന സാധനം അതുപോലത്തെയാണ്. അത് നിൽക്കുന്ന സ്ഥലം ഞങ്ങളെപ്പോലുള്ളവർക്ക് അവിടെ പോകാൻ പറ്റാത്ത സ്ഥലത്താണ്, അവിടെയാണ് നിൽക്കുന്നത്. എന്നെ ഏതാണ്ട് ഒരു കുറേ വണ്ടിയിലൊക്കെ കൊണ്ട് നടന്ന് അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യനൊക്കെ ചെയ്തു. എന്നാൽ എൻ്റെ പേഴ്സും എൻ്റെ മൊബൈലും ഒക്കെ മേടിച്ചെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ബാഗിനകത്ത് പൊതിഞ്ഞ് ഈ വേദപുസ്തകവും ഈ കാസറ്റും 10 കാസറ്റുണ്ട്, ഇതെല്ലാം കൂടെ ചെയ്ത് ഇത് ഞാൻ ചിലപ്പോൾ അവരുടെ ടേബിളിലോട്ട് വെക്കും, ചിലപ്പോൾ എൻ്റെ മടിയിൽ വെക്കും. ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല എന്താ ഇതെന്ന്, ആരും ചോദിക്കുന്നില്ല. 12 മണി കഴിഞ്ഞപ്പോൾ എന്നെ അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ നിൻ്റെ ഓഫീസിൽ വന്ന് ചെക്ക് ചെയ്തോളാം, സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ സംഭവിച്ചത്? തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവരുടെ കണ്ണ് ബ്ലൈൻഡ് ചെയ്തു, ഞാൻ അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. ദൈവപൈതലേ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ദൈവം നമ്മുടെ സങ്കടങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം അറിയാതെ അവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ മാത്രമല്ല, ഈ പുതിയ നിയമത്തിലും, അതെ ഈ കാലയളവിലും, ഈ കൃപായുഗത്തിലും, ഈ സഭായുഗത്തിലും അവൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക്, അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഇന്നും അവൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അവൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആമേൻ. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപൈതലേ, നമുക്ക് ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ വിശ്വസ്തയോടെ ദൈവം ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കാം. ചിലപ്പോൾ ചില നന്മകളോ അനുഗ്രഹങ്ങളോ ഒക്കെ നഷ്ടമായെന്ന് വരാം, എന്നാൽ അതിലുപരിയായി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വി ഡോണ്ട് ലാക്ക് എനി ഗുഡ്നെസ്. ഒരു നന്മയും അവന് മുടക്കാത്ത ദൈവമാണ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അത്. ഉവ് ഉവ് എന്ന് മാത്രമാണ്. അവിടെ യാതൊരു നോയുമില്ല. അത് 100% യെസ് എന്ന് മാത്രമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് നമ്മെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? മുൻനിയമിച്ചിരിക്കുന്നത്, വിളിച്ച് മുൻനിയമിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ, നമ്മുടെ ഈ കളറൊക്കെ വ്യത്യാസപ്പെടും, നമ്മുടെ മുഖഭാവത്തിനൊക്കെ വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെ പോലെയാകും? അവൻ താൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് നാം എല്ലാവരും അവനോട് സദൃശ്യന്മാരാകും. നാം എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് എന്നോട്, നാം എല്ലാവരും അവനോട് സദൃശ്യന്മാരാകും. ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിനെ പോലെ ആകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ തേജസ്കരിക്കപ്പെട്ട ശരീരം, ഹല്ലേലൂയ, യേശുവിൻ്റെ അതേ തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുമെന്നേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് എൻ്റെ മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. എൻ്റെ പുറകിലുള്ളതെല്ലാം ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുകയാണ്? ചപ്പൊന്നും ചവറൊന്നും എണ്ണി ഞാൻ മുൻപിലേക്ക് ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിട്ട് കളഞ്ഞതൊന്നും ഇനി നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. അത് അന്ന് നമ്മൾ ചപ്പൊന്നും ചവറൊന്നും എണ്ണിയെങ്കിൽ ഇന്നും അതെന്താണ്? അതെ, നമുക്ക് ചപ്പൊന്നും ചവറൊന്നും എണ്ണി നമ്മുടെ മുൻപിലൊരു വിളിയുടെ പരമവിളിയുടെ ലാക്കിലേക്ക് നാം ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ മുൻപിലുള്ളത്. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വീട് വേണമെന്നുണ്ട്, നമുക്ക് കാറ് വേണമെന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണമെന്നുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ദൈവം നമുക്ക് തകരാതെ സമയങ്ങളിൽ ചെയ്തു തരും. പക്ഷേ ഇവിടം കൊണ്ട് നിങ്ങളുടെ ആശ നശിക്കരുത്. യുവർ ഹോപ്പ് ഷുഡ് നോട്ട് ബി എൻഡ് വിത്ത് ദിസ് വേൾഡ്ലി തിങ്. ബിയോണ്ട് ദാറ്റ്
വി ഹാവ് ആൻ ഹോപ്പ്. എന്താണ് ആ ഹോപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ നാം കാണുന്നതാകൊണ്ട് നാം എല്ലാവരും അവനോട് സദൃശ്യന്മാരാകും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാം അവനോട് സദൃശ്യന്മാരാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠകരമായ ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമവിളിയെന്ന, സ്വർഗീയ വിളിയെന്ന, അതൊരു ശ്രേഷ്ഠകരമായ വിളിയാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തതിൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശു ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കാൻ അവൻ്റെ അളവറ്റ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹ ഈ എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എഫെസോസിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എഫെസോസ് എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാൽ നിറയപ്പെട്ട ഒരു പട്ടണമായിരുന്നു എഫെസോസ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ 5 അത്ഭുതങ്ങളിൽ ഒരത്ഭുതമായ ഡയാന ദേവിയുടെ വലിയ അമ്പലവും വിഗ്രഹവും ആ ദേശത്തുണ്ടായിരുന്നു. സകല മ്ലേച്ഛതകളും ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളാൽ നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. ആ പട്ടണത്തിൽ പൗലോസ്ലീഹ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ 3 വർഷം താമസിച്ച് അവിടെ പ്രവർത്തിച്ച് സ്ഥാപിച്ച സഭയാണ് എഫെസോസ് സഭ എന്ന് പറയുന്നത്. അവിടെയുള്ള വിശ്വാസികളെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിന്. നമ്മുടെ പോലെ ഒരു ഈ കാലഘട്ടം, ഈ പ്രദേശത്തെയും സാഹചര്യങ്ങൾ അതിനോടൊക്കെ വളരെ സമമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പൊതുവെ ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും അതേ അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ച് കളയുവാൻ ഉള്ള സകല തന്ത്രങ്ങളും പിശാച് അതിൻ്റെ സകല ബലത്തോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവനിനി അല്പകാലമേ ഉള്ളെന്നറിയാം. അതുകൊണ്ട് വളരെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ വരവ് വരെയും ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന അവസാന ശ്വാസം വരെയും നാം കർത്താവിന് വേണ്ടി വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് അവൻ്റെ പ്രമാണങ്ങളിൽ നടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഒന്നാമത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ അതായത് ദ ഐസ് ഓഫ് യുവർ ഹാർട്ട് മേ എൻലൈറ്റൻഡ്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ പ്രകാശിക്കേണ്ട മണ്ഡലം എവിടെയാണ്? അകമാണ്. അകത്ത് പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുഖത്ത് കുറച്ച് മേക്കപ്പ് ഇട്ടത് കൊണ്ടൊന്നും പ്രകാശം വരുത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്ത് ദുഃഖമാണെങ്കിൽ മുഖത്തും ആ ദുഃഖം കാണാൻ പറ്റും. അകത്ത് സന്തോഷമാണെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ ആ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ പറയണം, നിങ്ങൾ അകത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കണം, എന്നാലേ കണ്ണിങ്ങനെ നല്ല ശോഭിച്ച് നിൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അകത്ത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അകത്ത് പ്രകാശിക്കണം. കാരണം ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് അനേകരുടെ ഹൃദയത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ തേജസ് വെളിപ്പെടാതെ വണ്ണം അവരുടെ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഹൃദയം ദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ അകക്കണ്ണ് പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിതാവിന് എന്തിനാ ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്? ഇവിടെ വായിക്കുന്ന പിതാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. എന്തിനു വേണ്ടിയാണ്? പിതാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വലിയ ശക്തിയോടെ നമ്മൾ ആത്മാവിൽ ആരാധിച്ചു, അന്യഭാഷയിലൊക്കെ ആരാധിച്ചു, അല്ലേ? എത്ര പേര് ആരാധിച്ചു എന്ന് കൈയൊന്നും പൊക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആരാധിച്ചതായിട്ട് ഞാൻ കാണുന്നു. ആത്മാ നിറവ് നാം പ്രാപിക്കണം.
രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ മേലും ആത്മാവുണ്ട്. പക്ഷെ ആത്മാവിൻ്റെ ശക്തിയെ നാം പ്രാപിക്കണം. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഒരു സുവിശേഷ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുണ്ടാകണം. അന്യഭാഷ പറയുന്ന എത്ര പേർക്ക് സുവിശേഷ ആത്മാവുണ്ട്? എത്ര പേരോട് നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരോട്, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ സഹകരിക്കുന്നവരോട്, നമ്മൾ എത്ര പേരോട് ക്രിസ്തുവിനെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്? ഇനി വടിയും കൊണ്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ഇതൊരു സന്തോഷമായിരുന്നു നമുക്ക്. നാം അന്യഭാഷയിൽ ആരാധിക്കണം. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഒരു തെളിവെന്താണെന്നറിയാമോ? ഇത് വന്നു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം ആരുടെ സാക്ഷിയാകണം? ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണം. എന്താ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്? യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവസാനത്തുള്ള രക്തം വരെയും എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി അവൻ ഒരുക്കി. ആ യേശു ക്രിസ്തുവിൽ നീയും ഞാനും വിശ്വസിച്ചാൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇത് നാം മറ്റുള്ളവരോട് പറയണം. രക്ഷയുടെ സുവിശേഷം, സന്ദേശം അറിയിക്കണം ദൈവപൈതലേ. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഒരു വ്യക്തി പോലും നരകത്തിൽ പോകരുതെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. അതിനാണ് തൻ്റെ അരുമപുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നാം സുവിശേഷാത്മാവ് കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് നാം ഏത് ആത്മാവ് വേണം? അതെ, സുവിശേഷം പറയുവാനുള്ള താല്പര്യം. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക അതേ നിറവോടെ കടന്നു പോകണം. ഞാൻ ഒരാളോടെങ്കിലും ഒരു ദിവസം യേശുവിനെ കുറിച്ച് പറയും. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ ഞാൻ ഒരു വ്യക്തിയെങ്കിലും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവർ ഇവിടെ വന്ന് സുവിശേഷം കേൾക്കട്ടെ, രക്ഷപ്പെടട്ടെ. ആ കുടുംബം നരകത്തിൽ പോകാതെ, അവരുടെ പ്രിയപ്പെട്ടവർ നരകത്തിൽ പോകാതെ രക്ഷപ്പെടേണ്ടതിന് ഞാനൊരു മുഖാന്തരമായി മാറട്ടെ. തീരുമാനമെടുക്കണം ദൈവപൈതലേ. എല്ലാവരും, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒരു തീരുമാനമാകട്ടെ. ഈ ഹാളൊന്നും പോരാ നമുക്ക്. അടുത്ത പ്രാവശ്യം ദൈവഹിതമെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ ഇതിലും വലിയൊരു ഹാളിൽ ഒരു 500 വിശ്വാസികളോട് ചേർന്ന് ആരാധിക്കുന്നത് കാണുവാൻ ഇടയാകട്ടെ. അതിന് നിങ്ങൾ ഓരോരുത്തരും അതിന് കാരണക്കാരായി മാറണം. ഹല്ലേലൂയ. അടുത്തിരുന്ന ആളിനെ കൊണ്ടി പറയണം, ഈ വ്യക്തിയെ ആദ്യമായി ചർച്ചിൽ കൊണ്ടുവന്നത് ഞാനാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയാണ്, ഞാനാണ് അതിന് മുഖാന്തരമായത്. ഹല്ലേലൂയ. അതിന് കാരണമായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അത് ഞാൻ ആ ഭാഗം എല്ലാം എടുത്ത് പറയുവാൻ എനിക്ക് സമയമില്ല. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. എവരിവൺ ഹാസ്, അല്ലെങ്കിൽ എല്ലാവരെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? സീല് ചെയ്തിരിക്കുക. സീല് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് സീല് ചെയ്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ സീല് ചെയ്തിരിക്കുക, മുദ്രയിട്ടിരിക്കുകയാണ്. ഒരു പേപ്പറിൽ ഒരു സീല് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സീല് ചെയ്തിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ഉടമസ്ഥ അവകാശം ആർക്കാണ്? പിതാവായ ദൈവമാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. ഇത് അദൃശ്യമായ ഒരു മുദ്രയാണ്.
മനസ്സിലാകുന്നുണ്ടോ? ഒരു അദൃശ്യമായ മുദ്രയാണ് ഈ മുദ്ര. എനിക്കിപ്പം നിങ്ങളുടെ മുദ്രയൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് കാണാവുന്ന ചിലരുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആരാണെന്നറിയാമോ? പിശാചും അവൻ്റെ ദൂതന്മാർക്കും ഈ മുദ്ര കണ്ടാൽ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കണ്ടാൽ അവൻ അറിയാം ഇത് ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ടാണ് ദൈവപൈതലെ ഞാനും നിങ്ങളും ഇന്നും ഇവിടെ സുരക്ഷിതരായി ഇരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യമായ ആത്മാവിൻ്റെ മുദ്രയാൽ എന്നെ നിങ്ങളെയും അവൻ മുദ്രയിട്ട് അവൻ്റെ ഉടമസ്ഥ അവകാശത്തെ എന്നിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെതല്ല, ഞാൻ പിശാചിൻ്റെതല്ല, ഞാൻ ലോകത്തിൻ്റെതല്ല, ഞാൻ ദൈവത്തിൻ്റെ വകയായി തീർന്നിരിക്കുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേക സമ്പത്താണെന്നാ. നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്താണ്. ഹല്ലേലൂയ. എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കൊക്കെ അതിൻ്റെ വില അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ആരാ ഈ പറയുന്നത്? സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനും സകലത്തിന്മേലും അധികാരമുള്ളവനും സകലത്തെയും നിയന്ത്രിക്കുന്നവനും എന്നെ മുദ്രയിട്ട് അവൻ്റെ സ്വന്തമാക്കി തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ഇനി ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ജ്ഞാനത്തിൻ്റെയും അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 1 കൊരിന്ത്യർ 10 അധ്യായം 1 കൊരിന്ത്യർ 2 അധ്യായം 1 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നാം എടുത്തൊന്ന് വായിച്ചാട്ടെ. 10, 11, 12 വാക്യങ്ങൾ. ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിലുള്ളത് ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പം നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാട് നമുക്ക് തരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം തന്നിരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം പൂർണ്ണമായി അറിയേണ്ടതിനാണ്. അതാര് വെളിപ്പെടുത്തി തരും? നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ദൈവത്തിൻ്റെ സകല ജ്ഞാനത്തെയും നമുക്ക് വെളിപ്പെടുത്തി തരും. ആമേൻ. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ ഈ ആത്മാവിൻ്റെ 7 പ്രകാരത്തിലുള്ള കാര്യങ്ങളെ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് എടുത്ത് വായിച്ചാട്ട്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. എണ്ണിക്കോണേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്ക് ഈ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. എത്ര അവൻ്റെ മേൽ ആത്മാവ് വസി? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തെ യഹോവഭക്തിയുടെയും ആത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടോ? നമ്മൾ ഈ ജസ്റ്റ് അന്യഭാഷ പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ഒരു ആത്മാവാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ അന്യഭാഷയ്ക്കെതിരല്ല കേട്ടോ. Once you have filled with the Holy Spirit, you should be filled with all this. നമുക്ക് എന്തൊക്കെ വേണം?
ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം, വിവേകം വേണം, ദൈവാലോചനയുടെയും ദൈവബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് ആരുടെ മേൽ ആവസിച്ചു? യേശു ക്രിസ്തുവിൻ്റെ മേൽ ആവസിച്ച കാര്യമാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം അതേ ആത്മാവിനെയാണ് ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത്. ദൈവ പൈതൽ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു സാധാരണ പ്രസംഗം കേൾക്കാനാണോ വന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ചില കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഐ വാണ്ട് ടു എഡിഫൈ യു, ഐ വാണ്ട് ടു എഡ്യൂക്കേറ്റ് യു. ഹല്ലേലൂയ. നാം ദിവസങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് ക്രിസ്തീയ നമ്മുടെ വിശ്വാസത്തിൽ ഒന്ന് ഉറച്ച് ദൈവികമായ രീതിയിൽ ഒന്ന് ബലപ്പെട്ട് ചില കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി നാം ആരാണ്, എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏത് വിധത്തിലുള്ള ആത്മാവാണ്, അതുകൊണ്ട് ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം ഞാൻ 5-6 മിനിറ്റൂടുണ്ട്. അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വിളിയാലുള്ള ആശ. നമ്മൾ വിളിച്ചല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിളിയാലുള്ള ആശ. പ്രൈസ് ദി ലോർഡ്. ഈ റോമാലേഖനം 8-ാം അധ്യായം എടുത്തുനിന്ന് റോമൻസ് ചാപ്റ്റർ, എനിക്കൊന്ന് കുഞ്ഞുങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. റോമൻസ് ചാപ്റ്റർ 8 verses 19-20. You can it's a long verses, വലിയൊരു ഇതാണ്. എന്നാൽ അവിടെ വായിക്കുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സും സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അടുത്ത ഭാഗം: ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സർവസൃഷ്ടിയും, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, സർവസൃഷ്ടിയും, ലോകത്തിലുള്ള സർവസൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുക. കാരണം ഈ ലോകം, ഭൂമി ശപിക്കപ്പെട്ടത് മനുഷ്യ നിമിത്തമാണ്. ആദമിനോട് പറഞ്ഞു, ആദമേ നിന്റെ നിമിത്തം ഭൂമി, ഈ സൃഷ്ടി ഒരു പാപവും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സൃഷ്ടിയെല്ലാം ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ആ വീണ്ടെടുപ്പ്? മനുഷ്യപുത്രന്മാരുടെ ആ വീണ്ടെടുപ്പിൻ നാളിനായിട്ട് അത് കാത്തിരിക്കുക. കാരണം ഞങ്ങൾ ആ പഴയ അവസ്ഥയിലേക്കൊന്ന് വരണം. ഈ മരത്തിനും ഈ പുല്ലിനും ഇവിടെയുള്ള മറ്റുള്ളതിനും ഒക്കെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ദൈവമക്കളായ നമ്മളെ നോക്കി പറഞ്ഞതിനെ, നിങ്ങളൊക്കെ അത് തേജസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ, അതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഈ ശാപത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിളിയാലുള്ള ആശ എന്താണെന്നറിയാമോ? അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന: ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അന്യഭാഷ ആത്മദാനം പ്രാപിച്ചവർക്ക് ഈ ഞരക്കമുണ്ടോ? ഈ ആഗ്രഹമുണ്ടോ? പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ വലവിധേനയും, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ പുനരുത്ഥാനം, ഈ മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുകയാണ്? എല്ലാം ചപ്പൊന്നും ചവറൊന്നും വേണ്ടി ഞാൻ ഓടുകയാ. ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം എന്താണ്? മരിച്ചാലും ജീവിച്ചാലും കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എനിക്കായിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ ജീവിതം, ഈ ഓട്ടം ഞാൻ ഓടുകയാണ്. ഹല്ലേലൂയ. നാം മറ്റു മനുഷ്യരെ പോലെയല്ല. നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഒരു ഞരക്കമാത്, ഒരു താല്പര്യമാത്.
എന്താ താല്പര്യം? യേശു ക്രിസ്തു വരും. അവന്റെ വരവെങ്കിൽ കാഹളധ്വനിയെങ്കിൽ പ്രധാന ദൂതന്റെ ശബ്ദത്തിങ്കൽ മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ഞാനും നിങ്ങളും അതേ രൂപാന്തരപ്പെട്ട കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ നാം കർത്താവിനോടുകൂടെ ആയിരിക്കും. That is our blessed hope. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ആമേൻ, ഹല്ലേലൂയ. ആദ്യദാനം ലഭിച്ച നമ്മുടെ ദൈവപൈതൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവപൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, നിന്റെ വിളിയാലുള്ള ആശയം എന്നതാണ്? ഭൗതികമായ നിലയിൽ പലതും ലഭിക്കുവാൻ, പലതും നേടുവാൻ, പലതിനും വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ നല്ലതാ, ഞാൻ അതിനെതിരല്ല. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ദൈവജനത്തിന് അവരോട് പറഞ്ഞ ഇതേ ഉള്ളൂ, നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് മോശയോട് പറയാൻ പറഞ്ഞ് എന്താണെന്നറിയാമോ? കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ജനത്തെ വിടണമെന്നല്ല പറഞ്ഞത്, എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനാണ് വിളിച്ചതെങ്കിലും നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്, ഒരു സ്വർഗീയ കനാനുണ്ട്. അവിടേക്ക് പോകുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചെങ്കടൽ കടന്ന മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് അവർക്ക് മേഘ തണൽ കൊടുത്തു, അഗ്നിസ്തംഭം കൊടുത്തു, പാറയിൽ നിന്നുള്ള ജലം കൊടുത്തു, അതേ സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിച്ചു കൊടുത്തു. ഇടയ്ക്ക് ഇറച്ചി തിന്നണമെന്ന് തോന്നിയപ്പോൾ കാടപ്പക്ഷിയെ വരുത്തി അവർക്ക് ഇറച്ചി കൊടുത്തു. ഇതൊന്നും പ്രോമിസിൽപ്പെട്ടതല്ല, പക്ഷെ പാക്കേജിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാക്കേജ് സ്വർഗീയ കനാന. ഈ പാക്കേജിനകത്ത് അങ്ങ് എത്തുന്നരം വരെയുള്ള സകല കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വീടും കാറും ജോലിയും അതേ ആരോഗ്യവും സൗഖ്യവും എല്ലാം അതിനകത്ത്, ആ പാക്കേജിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സമയങ്ങളിൽ നിങ്ങൾ ചോദിച്ചു മേടിച്ചു, ചോദിക്കാതെയും ദൈവം നിങ്ങൾക്ക് തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ വിശ്വാസികളുടെ ഒരു പരക്കം പാച്ചിൽ കേട്ടാൽ നമ്മളെ വിളിച്ചത് ഇതിനായിട്ടാണെന്നാ. ഇതിനാ? ഈ ലോകത്തിൽ വീട് കിട്ടാനും നാട് കിട്ടാനും ഇതിനു വേണ്ടിയാ ദൈവം എന്നെ വിളിച്ച് ഇങ്ങോട്ടാക്കിയെന്നാ? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ കനാൻ കർത്താവ്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോയിരിക്കുക, സ്ഥലമൊരുക്കാൻ പോയിരിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് ദൈവപൈതലേ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ വേഗത്തിൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എത്ര പേർക്ക് ആ ഒരുക്കുന്ന ആ സ്ഥലത്ത് പോകുവാൻ താല്പര്യമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിച്ചാട്ട്. ഭൗമികമായ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കരുതെന്നല്ല പ്രാർത്ഥിച്ചു, അത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ നമ്മുടെ ആശയും പ്രത്യാശയും ഈ ഭൗതിക വിഷയങ്ങളിൽ അടങ്ങി നിൽക്കരുത്. അതിനപ്പുറമായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്വർഗീയ ഭവനമുണ്ട്. ഹല്ലേലൂയ. അവൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ വേഗം വന്ന് എന്നെയും അവന്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്നുള്ള വാഗ്ദത്തമുണ്ട്. ആ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആ വരവെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകല്ലേ. നിത്യതയിൽ യേശുവിനോട് ചേർന്ന പിതാവായ ദൈവത്തിൽ വിശുദ്ധരെ നിഷ്കളങ്കരുമായി നിൽക്കത്തക്കവണ്ണം എന്നെ കർത്താവേ സഹായിക്കണമേ, അതിനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. കർത്താവ് പറഞ്ഞ ഉപമയുണ്ട്. രണ്ടുപേരൊരു വയലിലായിരിക്കും, ഒരുവനെ കൈക്കൊള്ളും, ഒരുവനെ കൈവിടപ്പെടും. രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും, രണ്ടുപേരൊരു തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാളെ കൈക്കൊള്ളും, ഒരാളെ. നമ്മുടെ ആഗ്രഹം എന്താണ്?
എടുത്തുകൊള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ദൈവമേ ഞാനായിരിക്കണമേ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, എടുത്തുകൊള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുവാൻ കർത്താവേ എന്നെ ഏൽപ്പിക്കുന്നു. അതിനായി എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ദൈവമേ, ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസനെ, തൻ്റെ സഭയെ, ശുശ്രൂഷയെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്നൊരു വലിയ കൂട്ടം കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്നവരുടെ താവേ, ആ സമയത്ത് ഈ സഭ മുഖാന്തരം ഈ പ്രദേശത്തു നിന്ന് വലിയൊരു കൂട്ടം മേഘങ്ങളിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. അതിനായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.